ഇന്നേ ചിങ്ങമാസത്തിലെ ഉത്രാട ദിവസം നിരവധി കല്യാണങ്ങൾ നടക്കുന്ന സമയമാണ്. പക്ഷേ ഇന്നൊരു കല്യാണത്തിനും പോകേണ്ടതായിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല, കല്യാണം ഇല്ല. അപ്പം ജനങ്ങൾ, പെൺകുട്ടികളൊക്കെ എവിടെയാ, ആൺകുട്ടികളൊക്കെ എവിടെയാ, എല്ലാവരും ഒക്കെ നാട് കടന്നങ്ങ് പോയോ? ജനസംഖ്യ കുറഞ്ഞു, അതല്ലേ അതിൻ്റെ ഒരു പ്രധാന കാര്യവും അതായിരിക്കും. അപ്പം നമുക്കിന്ന് ഒരു പ്രമുഖനായ, സമൂഹത്തിലൊരു പ്രധാനിയായ ഒരു വ്യക്തി പറയുന്നത് കേട്ടു. അദ്ദേഹത്തിൻ്റെ മകന് 33 വയസ്സായി, എന്നിട്ടും വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന്. നല്ല പെൺകുട്ടികളെയും നല്ല ആൺകുട്ടികളും ഇന്നില്ലയോ? അപ്പം നമുക്ക് നോക്കണം. ഇപ്പം വെളിയിലോട്ടൊക്കെ ഇറങ്ങിയാൽ നമുക്കറിയാം കുറേയൊക്കെ അങ്ങ് നല്ലതല്ലാത്തതായിട്ടുള്ള ജീവിത. അപ്പം നിങ്ങൾ വിദേശത്തേക്കൊക്കെ പോയി അവിടുത്തെ ജോലിയൊക്കെ കണ്ടുപിടിച്ച് പോയി കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? നിങ്ങൾ എന്തായാലും അവിടുത്തെ രാജ്യത്തിലെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും അവിടുത്തെ രണ്ടാംകിട പൗരൻ മാത്രമാണ്. നമ്മുടെ തലച്ചോറ് അങ്ങ് നഷ്ടപ്പെടുകയാണ്. നമ്മുടെ തലച്ചോറ് നമുക്ക് ഇവിടെ കിട്ടണ്ടേ? നമ്മൾ രണ്ടാംകിട പൗരന്മാരായിട്ട് ജീവിക്കേണ്ടുന്നതാണോ? ചിന്തിക്കുകയും കൂടെ വേണേ, ചിന്തിക്കണേ ജൻസികളെ. സമൂഹത്തിൽ ഏറ്റവും നന്നായി ജീവിക്കുന്ന, മാതൃകയായിട്ട് സമൂഹം കരുതുന്ന അധ്യാപികമാരുടെ മക്കൾ വരെ അല്പവസ്ത്രധാരികളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവർ മാത്രമല്ല, ബാക്കി എല്ലാവരും, അവരുടെയൊക്കെ വിചാരം എന്താണ്? ഇതാണ് മോഡേൺ ഫാഷൻ എന്നൊക്കെ. പണ്ടും ഇങ്ങനെയൊക്കെ സ്ത്രീകൾ കുറച്ച് പേരൊക്കെ നടന്നിരുന്നു. സമൂഹം അവരെ ഒരു വല്ലാത്ത രീതിയിലാണ് കണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, ഒരു സന്ധ്യ കഴിഞ്ഞിട്ട് ആളില്ലാത്ത സ്ഥലത്തൊക്കെ നിങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങളെ ആരും സഹോദരിമാരായിട്ട് ആരും കാണത്തില്ല. അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടേക്കാം. ശരീരഭാഗങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ നടക്കുന്ന സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവർ, നിങ്ങൾ നന്നായി ഒരുങ്ങി നടക്കൂ, അത് സ്ത്രീത്വമാണ്. പക്ഷേ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് ഇതാണ് ഫാഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നതല്ല വേണ്ടത്. നന്നായി ഒരുങ്ങി സമൂഹത്തിൽ മാതൃകയായിട്ട് നിങ്ങൾ നടക്കുക, സ്ത്രീകൾ, പെൺകുട്ടികൾ. അപ്പം വലിയ നിങ്ങളുടെ സമൂഹത്തിൻ്റെ അട്രാക്ഷൻ നിങ്ങളിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായി പഠിച്ച് വളരെ ഉയരത്തിലേക്കൊക്കെ എത്താം. മാത്തമാറ്റിക്സിലൊക്കെ ശകുന്തളാദേവിയെ കണക്കൊക്കെ ആകൂ, വലിയ ശാസ്ത്ര തത്വങ്ങളൊക്കെ കണ്ടെത്ത്. സംഗീതത്തിലും എല്ലാ ഉപകരണങ്ങളും വായിക്കാനും എന്തെല്ലാം കാര്യങ്ങളായി ലോകത്തുള്ളത്. കമ്പ്യൂട്ടറിൽ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് ഇനിയും കണ്ടെത്താൻ കിടക്കുന്നത്. റിസർച്ചുകളൊക്കെ നടത്തി ഇപ്പം നിങ്ങൾ ഉയരത്തിലേക്ക് കടക്കാം. ഏത് വിഷയം നിങ്ങൾ പഠിച്ചാലും ശരി തന്നെ, അതിൽ നിങ്ങൾ മെച്ചപ്പെട്ട് വരിക. അപ്പം നിങ്ങൾക്കറിയാവുന്നത് ഫിലോസഫി ആണെങ്കിൽ, അല്ലെങ്കിൽ സൈക്കോളജി ആണെങ്കിൽ, നിങ്ങൾക്കല്ല മലയാളത്തിൽ നല്ല കവിതകൾ എഴുതാൻ അറിയാമെന്നുണ്ടെങ്കിൽ, പിന്നെ സിനിമയിലൊക്കെ ഇഷ്ടംപോലെ പാട്ടിനൊക്കെ അവസരങ്ങളിങ്ങനെ കിടക്കുക. വലിയ ഗെയിമുകൾ, വീഡിയോ ഗെയിമുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അനന്തമായിട്ട് കിടക്കുകയാണ്. നിങ്ങൾ വൃത്തികേടായിട്ട് ലോകത്തെ കാണിച്ച് നടക്കുകയല്ല. ഈ കാണുന്ന റോഡുകളിൽ മുഴുവൻ സ്ത്രീകൾ, പെൺകുട്ടികൾ പ്രത്യേകിച്ച് നമുക്കങ്ങ് സഹിക്കാവുന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കിടക്കുകയാണ്. ഭാരതം ഇങ്ങനെയല്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മറ്റ് ലോകത്തിൽ മാതൃകയായിട്ട് നിൽക്കേണ്ടുന്നതാണ്. ഈ സ്ത്രീകൾ, ഈ പെൺകുട്ടികൾ, ന്യൂ ജനറേഷനാണ് മാതൃകയായിട്ട് നിങ്ങൾ ലോകത്തിലേക്ക് വരേണ്ടുന്നത്. നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങി നടക്കുക. എല്ലാ വിഷയം, ചെറിയ വിഷയമോ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ അത്യുന്നതയിലേക്ക് എത്താം. സോഷ്യൽ മീഡിയകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അതിൽ കൂടെ വലുതാകൂ. അവ ഒരുങ്ങി നന്നായി വൃത്തിയായിട്ട് നടന്ന് നല്ല വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് ഉയരത്തിലേക്ക് വരിക. നിങ്ങളുടേതാണ് ലോകം. ഹേ പെൺകുട്ടികളെ, നിങ്ങളാണ് ലോകം കീഴടക്കുന്നത്. ആൺകുട്ടികളോടും ഇത് തന്നെ എനിക്ക് പറയാനുള്ളത്. പണ്ടും അതിശക്തമായ വാക്പോരുകൾ ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. പക്ഷേ അവർ അന്നേരം ഓർക്കുന്നത്, ഭാര്യയായാലും ഭർത്താവായാലും അന്നേരം ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വീട്ടുകാർ ഒരുപാട് സമ്പത്ത് ചിലവാക്കിയാണ് വിവാഹത്തിന് ചിലവഴിച്ച് വിവാഹമൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ അവർ അത് ചിന്തിക്കും. പിന്നെ കുട്ടികളുടെ കാര്യം, ആ കുട്ടികളുടെ മുൻപിൽ ഒരു രണ്ടാം ഭാര്യ, രണ്ടാം അമ്മ വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത്? രണ്ടാം അച്ഛൻ്റെ മുമ്പിൽ അമ്മയ്ക്കുള്ള പ്രാധാന്യം രണ്ടാം അമ്മയുടെ കയ്യിൽ നിന്ന് ഈ കുട്ടികൾക്ക് കിട്ടുമോ? രണ്ടാം അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമോ? കുട്ടികൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത്? അങ്ങനെ വിചാരിച്ചാണ് അന്ന് പലരും ഡിവോഴ്സിലേക്ക് പോകാഞ്ഞത്. ഇന്നാണെങ്കിൽ കാണുന്നതിന് മുമ്പ് എന്തെങ്കിലും പൊരുത്തക്കേട് വന്നാൽ ഉടനെ ഡിവോഴ്സ് മറ്റു കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഡിവോഴ്സിലേക്ക് പോകാം എപ്പോഴാണ്? കൊല്ലപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ ഡിവോഴ്സ് ചെയ്ത് പോയിക്കോണം. ഒരുപാട് ബുദ്ധിമുട്ടുകളോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഡിവോഴ്സിലേക്ക് പോയിക്കോണം. ഇപ്പോൾ കുടുംബ ജീവിതത്തിൽ പ്രാധാന്യം അന്നും
ഇന്ന് നമ്മൾ കൊടുക്കണം. അപ്പോൾ പെൺകുട്ടികളുടെ വിചാരം എന്താണ്? ഞങ്ങൾ വലിയ പഠിച്ചു, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഞങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാം എന്നൊക്കെ ഉള്ളവർ. പണ്ടും സ്ത്രീകൾ അതിശക്തരായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല. അന്നും സ്ത്രീകൾ അതിശക്തരായിരുന്നു. അവർക്ക് അവരുടെ അച്ഛൻ്റെ അമ്മയുടെ മുതലൊക്കെ കിട്ടി, ഭാര്യ ഭർത്താവിനെ കാട്ടിയോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ കാട്ടിയോ ഒക്കെ സമ്പത്തുണ്ടായിരുന്നവരാ. അവർക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ ജീവിക്കാൻ അവർക്കും ഒക്കെ സാധിക്കുമായിരുന്നു. പക്ഷേ അവർ ചെയ്യാഞ്ഞത് ഈ ഒറ്റ കാരണത്താലാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ ആ ഒരു സ്ഥിരമായ മാനസികമായ ഉന്നമനത്തിനും കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വത്തിനുമായിട്ടാണ് അന്ന് ഒരുപാട് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിരുന്നത്. ഇന്നാണെങ്കിലോ 2ാം കെട്ട് 3ാം കെട്ടൊക്കെ സോഷ്യൽ മീഡിയയിലിട്ടങ്ങ് അലക്കുക. എന്താ പ്രയോജനം? 60% വിവാഹം, 2ാം വിവാഹവും കുഴപ്പത്തിലേക്ക് പോവുക, 80% 3ാം കല്യാണവും കുഴപ്പത്തിലേക്ക് പോവുക. ഒരു കുഞ്ഞുങ്ങളും സുരക്ഷിതരല്ല, ഒരു ഭാര്യയും ഭർത്താവും സുരക്ഷിതരല്ല. അപ്പോൾ കുടുംബത്തിനാണ് പ്രാധാന്യം. വിവാഹമൊക്കെ നല്ലതായിട്ട് ഇഷ്ടംപോലെ പണമൊക്കെ ചിലവാക്കി, ആവശ്യത്തിന് പണമൊക്കെ ചിലവാക്കി നടത്തുമ്പോൾ അവർക്ക് തോന്നണം ഇത്രയും പണം ചിലവാക്കിയതാണ് നമ്മൾ വിട്ടു പോകരുത്, കുട്ടികളാണ് വലുത്, കുടുംബമാണ് വലുത് എന്ന് ചിന്തിച്ച് പലരും വിവാഹമോചനം നടത്താതെ ശ്രദ്ധിക്കുക. ബുദ്ധിയുണ്ടല്ലോ, എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടും, അതിലൊക്കെ സ്വന്തം കാലം നിൽക്കുക. അറിയാമല്ലോ, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ.